Watch full episodes on Jio Hotstar. ഈ കൊച്ചി നന്നായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, ഞങ്ങളുടെ വേദാ സിറ്റിയിലെ എല്ലാവരും ഹീറോ അല്ലവൻ, ഹീറോ. ആരപ്പ എന്നോട് സംസാരിച്ചത്? ഞാനിപ്പോ ആരോടാ മറുപടി പറഞ്ഞത്? ആരപ്പ എന്നോട് സംസാരിച്ചത്? അതെ, ഞാനല്ല, അവരാ സംസാരിച്ച. ആ ശരി, പോട്ടെ, അതൊന്നും കുഴപ്പമില്ലാന്നേ. താങ്ക് യു, താങ്ക് യു. ഈ രണ്ട് കല്ലുകളും തമ്മിൽ എങ്ങനെ സംസാരിക്കുന്നത്? ഓ, ഇയാൾക്ക് മനസ്സിലായി കേട്ടാ. ശിവ, ഭൂതം മുകളിലുണ്ട്. അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. എടോ, അതിന് ഇവിറ്റങ്ങളും മരത്തിന്റെ മീതെ കേറിയിരിക്കും. വേഗം രക്ഷപ്പെടാൻ നോക്കണോ പേടാരാം? സാറ് രക്ഷപ്പെടാൻ നോക്കിക്കോ. എടോ, ഇവിറ്റങ്ങൾ എത്ര ഈ നമ്മുടെ പുറകെ മാത്രം ഇങ്ങനെ വരുന്നത്? ഇതെന്തിനാ നമ്മളിങ്ങനെ തലകുത്തി നിൽക്കുന്നത്? ശിവ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? അല്ല, ഇത് എന്താ സാധനങ്ങള്? ഇതെങ്ങനെയുണ്ടാ? നിങ്ങള് പേടിക്കണപ്പോ നല്ല രസമുണ്ട് കേട്ടാ. അല്ലാണ്ട് എന്താ പറയാ, ഞങ്ങളെ കണ്ട് പേടിക്കുന്നത് കാണുമ്പോ മനസ്സിലൊരു ഉല്ലാസാണ്. നിങ്ങൾ ആരെന്ന് പറയൂ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇത് പറ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ സ്ഥലത്ത് കഴിയുന്നില്ല? അത് പറ. തെറ്റ് ചെയ്തു. ഞാനാണ് സൈന്യാധിപൻ കാട്ടേക്കർ. എന്താ പേര്? സൈന്യാധിപൻ കാട്ടേക്കർ. ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, ഇവിടെ വരാൻ പാടില്ല. ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല. സൈന്യാധിപ, അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞാലും. എന്താ ചെയ്യേണ്ടത് അറിയില്ലേ? നമ്മളെ ശല്യം ചെയ്യുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്ക. ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ തരിപ്പണമായി പോകും. കഥ കഴിച്ചേക്ക. ഒരു മിനിറ്റ് സൈന്യാധിപ കാട്ടേക്കർ, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ്. എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. ശത്രുക്കളായ മനുഷ്യർ ഒരിക്കലും നല്ലവരെ അല്ല. ഈ ശത്രു എന്ന മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത്. അതെന്താണത്? അല്ല, അവരെ കാണുന്നില്ലല്ലോ. ഓടിക്കളഞ്ഞു. എന്നെ പറ്റിക്കാൻ പറ്റൂല. ഇവരെവിടേക്ക് ഓടാനാ? ഞാൻ അവരെ വിടൂലല്ലോ. ഓടിക്കോ, നല്ലോണം ഓടിക്കോ. എത്ര ദൂരം പോയാലും ഞങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കല്ലോ. സൈന്യാധിപന്റെ സംസാരം തീരുന്നതിന് മുമ്പേ അവരിവിടുന്ന് കാണാതാവും. ഇപ്പൊ ശരിയാക്കി തരാം. ഓ, ഹോമ ഹോമ. എല്ലാവരും വരൂ, അങ്ങോട്ട് പോകാം. എന്റെ പുന്നാര മരങ്ങള് പിടിക്കൂ, ചുറ്റിപ്പിടിക്കൂ അവരെ. വേഗം ആവട്ടെ.
അല്ല, ഇത് ലെഫ്റ്റിലേക്കാണല്ലോ കാണിക്കുന്നത്. ഡ്രൈവർ, ലെഫ്റ്റിലേക്ക് തിരികെ. ഇപ്പൊ റൈറ്റ്. അങ്ങോട്ട് പോ. എന്തിനാ ആലോചിക്കുന്നേ? എന്തിനാ കുത്തിയിരുന്ന് ആലോചിക്കുന്നേ? ഇങ്ങോട്ട് എല്ലാവരെയും എഴുന്നള്ളിക്കാൻ ആനയും അമ്പാരിയും തലപ്പുലയായിട്ട് വരണോ? വന്നേ പറ്റകളെ കൊണ്ടുപോ. എനിക്ക് തല ചൊറിയുന്നു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നോക്കൂ ശിവ, ഇതെന്താ ഇങ്ങനെ? നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പേടിക്കേണ്ട, ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടില്ല. എൻജോയ് ചെയ്തോളൂ. എന്നെ വിശ്വസിക്ക്, നമുക്ക് ഒരു അപകടം സംഭവിക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കുവിൻ. ഇങ്ങോട്ട് നോക്കൂ. ഹുഡാഹുഡ രാജാവ് എഴുന്നള്ളതോ. എടോ സൈന്യാധിപൻ കാട്ടേക്കരാ, ഇവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? ഇവരെയൊക്കെ പേടിപ്പിച്ച് അവിടുന്ന് തന്നെ ഓടിപ്പിച്ചു വിടായിരുന്നില്ലേ? ഒരുപാട് പേടിപ്പിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ പേടിക്കുന്നില്ലല്ലോ. ഇത് എന്തൊരു മനുഷ്യരാണ്. ഉടനെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ മനുഷ്യർ ശത്രുക്കളാ. ഇവരിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? ഇവരെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നമ്മുടെ കൂട്ടത്തെ ആരെ രക്ഷിക്കുക? രാജാവ്. ഇവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. അപ്പൊ രാജാവ് ആരാ? നീ തന്നെയടേ. അപ്പൊ സലാം ചെയ്യന്നെ, വേഗം ആവട്ടെ. മഹാരാജാവേ, രാജാവ് അങ്ങല്ലേ, അത് സൈന്യാധിപനാണ്. മഹാരാജാവേ, പറഞ്ഞത് കൂടിപ്പോയി. ഇവരുടെ കഥ കഴിച്ചേ പറ്റൂ. മഹാരാജാവേ, ഞാൻ ശിവയാണ്. ഇത് എന്റെ ഫ്രണ്ട്സ് രേവ, ആദി, യുഡി, ഇൻസ്പെക്ടർ ലഡു സിംഗ് സർ, പിന്നെ പേടറാം സർ. ഞങ്ങൾ കാടൊക്കെ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ്. ഇവരെ അപ്പൊ ഞങ്ങളെ പിടിച്ചോണ്ട് പോന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ആരുടെയും ശത്രുവല്ല. സൈനാധിപ, ഈ കുട്ടി നല്ല വീരനും സൽസ്വഭാവിയുമാണ്. ഇവരെ അഴിച്ചുവിട്ടേക്കോ? നമ്മൾ ആരെയും ഇതുവരെ കൊന്നിട്ടില്ലല്ലോ. എല്ലാവർക്കും മറവിക്കുള്ള മരുന്ന് കൊടുത്ത് ഇവരുടെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കോ. എന്നിട്ട് അതേ സ്ഥലത്ത് കൊണ്ടുവിടൂ. അവർക്ക് ബോധം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? വീണ്ടും ഇങ്ങോട്ട് വരും. പിന്നെ ഞാൻ വഴക്കിടേണ്ടി വരും. ഞാൻ തന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ മരുന്ന് കൊടുത്ത് ബോധം കെടുത്തണം. ഒരു കാര്യം, നാളെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഉടനെ കുലരക്ഷകനായ ചക്രാസുരന് ബലി കൊടുക്കാം.
തീർച്ചയായിട്ടും അവർ ഈ സ്ഥലത്തുണ്ടാവും. ആ, കിട്ടിപ്പോയി, എനിക്ക് കിട്ടിപ്പോയി. ഇതിൽ നോക്കൂ, ഈ പൂക്കൾ നോക്കൂ. അവരുള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂക്കൾ പൂക്കാറുള്ളൂ. കൂട്ടത്തോടെ അവരിവിടെ കാണാനാണ് സാധ്യത. നമുക്ക് കണ്ടുപിടിക്കാം. ചെല്ലു, പോകാനുള്ള വഴി കണ്ടുപിടിക്കൂ. ഇവിടെ വരൂ, ഇതാ ഒരു ഗുഹ. ഇതിലൂടെ വഴി കാണും. നാളെ വെളുപ്പിന് സൂര്യൻ ഉദിച്ച ഉടനെ ഇതിന്റെ അകത്ത് കയറി അവരെ കൂട്ടത്തോടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റും. Watch India's largest kids library only on Jio Hotstar. Download the app now.